ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് ഹൃദയത്തെ ഒരുക്കുക? ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. അപ്പോൾ ചില ആളുകളോട് പശ്ചാത്തപിക്കാനും തൗബ ചെയ്താനും പറഞ്ഞാൽ തിരിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഞാൻ അതിനൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പാപം ചെയ്യാത്ത മനുഷ്യരുണ്ടോ പ്രിയപ്പെട്ടവരെ? കുല്ലു ബനി ആദമ ഖത്താഊൻ അഫ്ദലുഹും അത്തവാബീൻ. ആദമിന്റെ എല്ലാ മക്കളും തെറ്റ് ചെയ്യുന്നവരാണ്. ഹൃദയം കൊണ്ടെങ്കിലും തെറ്റ് ചെയ്യാത്ത ആരുമില്ല. നമ്മളൊക്കെ പാപികളാണ്, തെറ്റുകാരാണ്, ദോഷം ചെയ്യുന്നവരാണ്. അതിന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക എന്നതാണ്. എങ്ങനെയാണ് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വലുപ്പത്താണ് നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വലുപ്പത്രാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരോടാണ് സങ്കടം പറയാ? എനിക്കൊരു സങ്കടം ഉണ്ടാവാൻ, മാനസികമായ ഒരു പ്രയാസം ഉണ്ടാവാൻ ഞാൻ ആരോടാണ് പറയാ? എന്റെ മൈൻഡ് ചെയ്യാത്ത ഒരാളുടെ ഞാൻ പോയി സങ്കടം പറയോ? എന്റെ വിഷമങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരാളോട് ഞാൻ പോയി സങ്കടം പറയോ? ഇല്ലല്ലോ. ഞാൻ ആരോടാണ് സങ്കടം പറയുക? എൻ്റെ വിഷമം ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന, ഞാൻ പറഞ്ഞാൽ ഏറ്റവും നന്നായി അത് തിരിച്ചറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്തിനോടാണ് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയുക, എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അങ്ങനെ ഒരു നാഥനാണ്, അങ്ങനെ ഒരു രക്ഷിതാവാണ്. നമ്മുടെ വിഷമം ഏറ്റവും നന്നായി മനസ്സിലാകുന്ന, നാം പശ്ചാത്തപിച്ച് തിരിച്ചു വരണമെന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്ന റബ്ബ്. അത് ചില ആയത്തുകളിലൂടെ വളരെ വ്യക്തമാണ്. അള്ളാഹു പറയാണ് സൂറത്തുൽ ആലി ഇംറാനിലൂടെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും وجنة عرضها السماوات والأرض أعدت للمتقين وسارعوا നിങ്ങൾ വേഗത്തിൽ ഓടിയെടുക്കുക ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക് വജന്നത്തിൻ സ്വർഗ്ഗത്തിലേക്കും അർദുഹസ് സമാവാതു വൽ അർദ് ആകാശഭൂമികളെക്കാൾ വലുപ്പമുള്ള സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കുക ഉഇദ്ദത് ലിൽ മുത്തഖീൻ മുത്തഖികളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചതാണ്. എങ്ങനെയുള്ള ആളുകളാണ് അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുന്നവർ? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് അവരൊരു തെറ്റ് ചെയ്താൽ, അവരൊരു പാപം ചെയ്താൽ, വൃത്തികേട് ചെയ്താൽ അടുത്ത നിമിഷം ദക്കറുല്ലാഹ് അവരതാ അല്ലാഹുവിനെ ഓർക്കുകയാണ്. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം എന്നിട്ട് അവരുടെ പാപത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് പാപം പൊറുക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? സാബിഖൂ നിങ്ങൾ മത്സരിച്ച് ഓടിയെടുക്കുക ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക്. അല്ലാഹുവിന്റെ പ്രയോഗം നോക്ക്, നിങ്ങൾ സാരിഉ നിങ്ങൾ ഓടിയെടുക്കുക, സാബിഖൂ നിങ്ങൾ മത്സരിച്ചോടുക. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്. ഫഫിറൂ ഇലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടുക, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക. ഒരു ഹദീസ് നമുക്ക് കാണാം, ഒരാൾ അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അവനിലേക്ക് അള്ളാഹു ഒരു മുഴമെടുക്കുന്നതാണ്. ഒരാൾ അള്ളാഹുവിലേക്ക് നടന്നു പോയാൽ അള്ളാഹു അവനിലേക്ക് ഓടി വരുന്നതാണ്. ഒരാൾ അള്ളാഹുവിലേക്ക് ഓടിപ്പോയാൽ അതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഒരാൾ അള്ളാഹുവിനെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് എല്ലാം പരമേൽപ്പിച്ചാൽ അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ കൈകളും അവന്റെ കാലുകളും അവന്റെ അവയവങ്ങളും എല്ലാം അള്ളാഹു ആയി തീരുന്ന സഹീഹായ ഹദീസാണ്. ഈ ഹദീസിന്റെ അർത്ഥം പിന്നീട് അവന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവന്റെ കണ്ണുകളെ അല്ലാഹു നിയന്ത്രിക്കും, അവന്റെ കാതുകളെ അല്ലാഹു നിയന്ത്രിക്കും, അവന്റെ കൈകളെ അല്ലാഹു നിയന്ത്രിക്കും, അവന്റെ പാദങ്ങളെ അല്ലാഹു നിയന്ത്രിക്കും. ആ റബ്ബിന്റെ പ്രവിശാലമായ മഗ്ഫിറത്തിനെ മനസ്സിലാക്കിയിട്ട് അവിടേക്ക് നമ്മൾ ചെല്ലണം. അങ്ങനെ ചെല്ലണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചില പാതയങ്ങൾ ഉണ്ടാവണം, ചില കാര്യങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്നാമതായി പ്രിയപ്പെട്ടവരെ, ഞാൻ തെറ്റുകാരനാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ അംഗീകരിക്കലാണ്. അതേറ്റവും വലുതാണ്. ഞാൻ തെറ്റുകാരനാണ് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ അംഗീകരിക്കലാണ്. ഞാൻ അംഗീകരിച്ചു, ഞാൻ തെറ്റുകാരനാണ്, എന്റെ അടുത്ത് തെറ്റുണ്ടോ റബ്ബേ? എല്ലാ പ്രവാചകന്മാരും അത് ചെയ്തിട്ടില്ലേ? ആദം നബിയുടെ പ്രാർത്ഥന എന്താ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം, ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം ചെയ്തു. യൂനുസ് നബിയുടെ പ്രാർത്ഥന എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നീ അല്ലാതെ ആരാധ്യനില്ല, നീ പരിശുദ്ധനാണ് റബ്ബേ, ഞാനിത് അക്രമകാരികളിൽ പെട്ടിരിക്കാൻ. എന്നിട്ട് അങ്ങോട്ട് സമർപ്പിക്കാൻ, അള്ളാഹിന്റെ മുന്നിൽ അങ്ങോട്ട് സമർപ്പിക്കാൻ. ബാക്കി എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ റബ്ബേ. അതാണ് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രീതി. അങ്ങനെ ഓരോ പ്രവാചകന്മാരും അള്ളാഹിന്റെ മുന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച തെറ്റുകൾ സമ്മതിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ടവരെ. ആ തെറ്റുകൾ അള്ളാഹിന്റെ മുന്നിൽ തെറ്റാണ് എന്ന് അംഗീകരിച്ച് സമ്മതിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പറയണം, റബ്ബേ ഇനി തെറ്റ് ഞാൻ ചെയ്യില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ആ തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യില്ല. എൻ്റെ ജീവിതത്തിൽ ആ പാപം ഇനി ഉണ്ടാവില്ല. ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന വിചാരം ഉണ്ടെങ്കിലേ അള്ളാഹിന്റെ മുന്നിൽ സമ്മതിക്കാൻ കഴിയുള്ളൂ.
മൂന്നാമതായി വേണ്ടത് ആ തെറ്റ് ചെയ്തതിനെ കുറിച്ച് നല്ല വേദന മനസ്സിലുണ്ടാവണം. നല്ല വേദന ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ ചില സിസ്റ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിൽ ചില സിസ്റ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിനെയാണ് ലവ്വാമ എന്ന് പറയുക. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. എന്താണ് ലവ്വാമ? നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു സാധനമാണ് ലവ്വാമ. ലവ്വാമ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളെന്ന് പറയും, പുറത്തുനിന്നല്ല, പുറത്തുനിന്ന് ആരും പറയുന്നതല്ല, ഉള്ളെന്ന് പറയും. ചെയ്യണ്ട കേട്ടോ, തെറ്റാണ്, മോശമാണ്, അത് ചെയ്യണോ? സാധാരണഗതിയിൽ ആളുകൾ എന്താ ചെയ്യുക? കുഴപ്പമില്ല, ലാസ്റ്റ് ഒറ്റൊട്ടം കൂടിയല്ലേ, ഒരൊട്ടം കൂടി ചെയ്തിട്ട് നിർത്താം, ഇനി ചെയ്യൂല, എന്നിട്ട് വീണ്ടും ചെയ്യും. അപ്പൊ വീണ്ടും ലവ്വാമ പറയും, നേരത്തെ അതിനേക്കാൾ കുറച്ച് ഒച്ച കുറവായിരിക്കും, അത് പറയും വേണ്ടട്ടോ, ചെയ്യണ്ട. ഇതിങ്ങനെ ആവർത്തിച്ചാവുമ്പോൾ നഫ്സുൽ ലവ്വാമ മരിക്കും. പിന്നെ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും ഒരു മനസാക്ഷി കുത്തുണ്ടാവില്ല. എത്ര വ്യഭിചരിച്ചാലും പശ്ചാത്താപം തോന്നില്ല, എത്ര മദ്യപിച്ചാലും പശ്ചാത്താപം തോന്നില്ല, അന്യന്റെ മുതൽ എത്ര കൊള്ളയടിച്ചാലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വേദന പോലും ഉണ്ടാവില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതിനെയാണ് നഫ്സുൽ ലവ്വാമയുടെ മരണം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. കല്ലുകളേക്കാൾ മരവിച്ചു പോയ ഹൃദയത്തിന്റെ ഉടമകൾ, അല്ലാഹു അതിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു പോയാലും നമുക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ചു വരാൻ അവസരമുണ്ട്. 1000 തവണ ഒരാൾ തെറ്റ് ചെയ്താലും 1001ാമത്തെ തവണ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽപ്പെട്ടതാണ് അയാൾ തെറ്റ് ചെയ്തതിനെ കുറിച്ച് അയാൾ അങ്ങേയറ്റം വേദനിക്കുന്നവനാവണം. ആ വേദനയുണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ മുന്നിൽ ആ തെറ്റാണെന്ന് സമ്മതിക്കും. വേദനയും സമ്മതവും മാത്രം പോരാ, പിന്നീട് ഒരു ദൃഢനിശ്ചയം വേണം. എന്താണ് ദൃഢനിശ്ചയം? പടച്ചോനെ, ഈ തെറ്റിലേക്ക് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇനി മടങ്ങില്ല, ഇനി ജീവിതത്തിൽ ഒരിക്കലും മടങ്ങില്ല എന്ന് അള്ളാഹിനോട് പറയുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കാണ്, ഇനി അടുത്താഴ്ച ഒന്നുകൂടെ ചെയ്യുക, എത്രോട്ടം ചെയ്താലും പുറത്തുവരല്ലോ, അടുത്താഴ്ച ഒന്നുകൂടെ ചെയ്യുക എന്ന ചെറിയ ഒരു വിചാരം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ തൗബ സഹീഹായില്ല, നമ്മുടെ പശ്ചാത്താപം സഹീഹാവില്ല. ഈ 3 നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഒരാൾ തൗബ ചെയ്താൽ തീർച്ചയായും അയാളുടെ തൗബ സ്വീകരിക്കും, അയാളുടെ പശ്ചാത്താപം സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഖുതുബ അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ്, ഈ റമദാനിന്റെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. റമദാനിന്റെ മുന്നേ നിങ്ങൾ ഒരു ദിവസം കണ്ടെത്തണം, ഒരു സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഒഴിവുള്ള സമയം, ഏത് സമയമായാലും പ്രശ്നമില്ല, ഏത് നേരമായാലും പ്രശ്നം. ഏറ്റവും നല്ലത് രാത്രിയാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ, വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ, ഫോൺ റിങ് ചെയ്യാൻ സാധ്യതയില്ലാത്ത, വാട്സപ്പ് മെസ്സേജുകൾ വരാൻ സാധ്യതയില്ലാത്ത, സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ വരാൻ സാധ്യതയില്ലാത്ത നിശബ്ദമായ ഏകാന്തമായ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. ആ സമയം നിങ്ങൾ കണ്ടെത്തി വുളൂ ചെയ്യണം നിങ്ങൾ. എന്നിട്ട് 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കണം. ആ നമസ്കാരത്തിന്റെ പേര് സ്വലാത്തു തൗബ എന്നാണ്, പശ്ചാത്താപത്തിന്റെ നമസ്കാരം. പല ആളുകളും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. സഹീഹായ ഹദീസിലൂടെ റസൂല് പഠിപ്പിച്ചു തന്ന നമസ്കാരം സ്വലാത്തു തൗബ. ആ സ്വലാത്തു തൗബ നിങ്ങൾ ഏകാന്തമായി നിർവഹിക്കണം. ആ നമസ്കാരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം, ഇഷ്ടമുള്ള ആയത്തുകൾ ഓതാം, ഇഷ്ടമുള്ള അത്രയും സമയം നിങ്ങൾക്ക് നമസ്കരിക്കാം. ആ 2 റക്അത്ത് നമസ്കരിച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ചെയ്ത തെറ്റുകൾ, നിങ്ങൾ ചെയ്ത പാപങ്ങൾ നിങ്ങൾ ഓർക്കണം. ഒരു വർഷം കഴിഞ്ഞ റമദാന് തൊട്ട് ഈ റമദാന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരുപാട് തെറ്റുകൾ ആർക്കെയോ പറ്റിച്ചിട്ടുണ്ട്, എത്രയോ കളവ് പറഞ്ഞിട്ടുണ്ട്, എത്രയോ മോശമായ വീഡിയോകൾ കണ്ടിട്ടുണ്ട്, എന്തൊക്കെയോ വേണ്ടാതീനങ്ങൾ ചെയ്തിട്ടുണ്ട്, പല ആളുകളെയും ഗീബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, എല്ലാം ഓർക്കണം. നമസ്കാരം ഒഴിവാക്കിയത്, നമസ്കാരത്തോട് അലസത കാണിച്ചത്, എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ വന്ന് എന്നിട്ട് നിങ്ങൾ കൈ ഉയർത്തണം. എന്നിട്ട് അള്ളാഹുവിനോട് പറയണം, റബ്ബേ, ഇന്ന തെറ്റുകൾ, ഇന്ന പാപങ്ങൾ എൻ്റെതാണ്, ഞാൻ ചെയ്തതാണ്. റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം, മാപ്പ് നൽകണം. ഒരു പക്ഷേ കണ്ണുനീര് വരില്ല. കാരണം എല്ലാവർക്കും ഒന്നും പെട്ടെന്നൊന്നും കരയാൻ കഴിയില്ല. ചില ആളുകൾക്കൊന്ന് കരഞ്ഞു കിട്ടണമെങ്കിൽ ആരെങ്കിലൊക്കെ മരിക്കണം. ആരെങ്കിലൊക്കെ ഒന്ന് മരിച്ചാൽ, ചിലപ്പോൾ മരിച്ചാലും കരച്ചിൽ വരൂല. കരച്ചിൽ എന്ന് പറഞ്ഞാൽ കണ്ണിലെ കണ്ണീര് മാത്രമല്ല, ഹൃദയത്തിൻ്റെ ഒരു പിടച്ചിലുണ്ട്. ആ പിടച്ചിൽ അള്ളാഹ് കാണും. അള്ളാഹ്ക്ക് നിങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് വേണ്ട, അള്ളാഹ്ക്ക് ഹൃദയത്തിന്റെ പിടച്ചിൽ കാണാൻ കഴിയും, ഹൃദയത്തിന്റെ വേദന കാണാൻ കഴിയും. പല ആളുകളും കരയാൻ കഴിയാഞ്ഞിട്ട് സങ്കടം പറയാറുണ്ട്. അത് തന്നെ അവരുടെ ഒരു കരച്ചിലാണ്. ചില ആളുകൾക്ക് കരയാൻ പറ്റില്ല. കരയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഹൃദയം കൊണ്ട് കരയാൻ കഴിയണം, ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് കേഴാൻ കഴിയണം, അള്ളാഹുവിനോട് പറയാൻ കഴിയണം. എല്ലാ കാര്യങ്ങളും റബ്ബിനോട് നിങ്ങൾ ഏറ്റു പറയുക.
പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ എന്ന ആയത്ത് നിങ്ങൾ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യണം. സൂറത്ത് ആലി ഇമ്രാനിന്റെ 3-ാം അധ്യായം, സൂറത്ത് ആലി ഇമ്രാനിന്റെ 173-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് നിങ്ങൾ കാണാതെ പഠിച്ച് അർത്ഥമടക്കം പഠിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ, ഈ നമസ്കാരവും ഏറ്റുപറച്ചിലും തൗബയും എല്ലാം കഴിഞ്ഞാൽ ഈ അർത്ഥം അറിഞ്ഞിട്ട് നിങ്ങൾ ഇത് പാരായണം ചെയ്യണം. ഈ ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? വല്ലദീൻ, അവർ ഒരു വിഭാഗം ആളുകളാണ്, ഇദാ ഫഅലു ഫാഹിഷ, അവർ ഒരു വേണ്ടാധീനം ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ അവരുടെ സ്വന്തത്തോട് അക്രമം ചെയ്താൽ, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുകയാണ്, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ തെറ്റിന് വേണ്ടി അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു പക്ഷേ നിങ്ങളെ അത് കരയിച്ചേക്കാം, നിങ്ങളുടെ കണ്ണുകൾ അത് നിറയിച്ചേക്കാം. എന്താണ് വാക്കുകൾ? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങളുടെ പാപം പുറത്തു തരുന്നവൻ മറ്റാരാണ്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, ആ വിഭാഗം ആളുകൾ അവരൊരു തെറ്റിൽ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഉറച്ചു നിൽക്കുകയില്ല. ആ ആയത്തും കൂടി നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹുവും നിങ്ങളും തമ്മിലുള്ള ഇടപാടുകളുടെ അക്കൗണ്ട് അല്ലാഹു അവിടെ ക്ലോസ് ചെയ്യും. ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്? അല്ലാഹുവിനോട് നിങ്ങൾ ചെയ്ത അക്രമങ്ങളുടെ അക്കൗണ്ടുകൾ പടച്ചറബ് അവിടെ ക്ലോസ് ചെയ്യും, എല്ലാം മായ്ക്കും. എന്നാലും ചെയ്ത പാപങ്ങൾ അല്ലാഹു അവിടെ മാറ്റിവെക്കും. മൊത്തം ഡിലീറ്റ്, ഫയൽ മൊത്തം ഡിലീറ്റ് ചെയ്യില്ല, അവിടെ അങ്ങോട്ട് മാറ്റിവെക്കും. എന്തിനാണെന്നറിയോ? നാളെ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു ഈ അടിമയെ അടുത്തേക്ക് വിളിക്കും, എന്നിട്ട് അവന്റെ പാപങ്ങൾ കാണിച്ചു കൊടുക്കും, അവന്റെ തെറ്റുകൾ കാണിച്ചു കൊടുക്കും, അവൻ രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്ത തെറ്റുകളുടെ വലിയ പാണ്ടക്കെട്ടുകൾ അവന് കാണിച്ചു കൊടുക്കും. ഏത് രീതിയിൽ കാണിച്ചു കൊടുക്കും അല്ലാഹു അഅലം. ഇന്ന് നമുക്കത് ഊഹിക്കാൻ വല്ല പണിയൊന്നുമില്ല. സ്പൈ ക്യാമറകളുടെയും ഡിജിറ്റൽ ക്യാമറകളുടെയും കാലഘട്ടത്തിൽ എങ്ങനെയാണ് പടച്ചറബ് നമുക്കത് കാണിച്ചു തരിക? നമ്മുടെ ഹൃദയത്തിൽ വന്ന തെറ്റുകൾ, നമ്മുടെ പ്രവർത്തനത്തിൽ വന്ന തെറ്റുകൾ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ വന്ന തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കാണിച്ചു തരും. അവിടെ നമ്മൾ ഉറപ്പിക്കും, ഈ മനുഷ്യൻ ഉറപ്പിക്കും, ഞാൻ നരകത്തിലാണ്, എന്റെ നരകപ്രവേശനം ഉറച്ചെന്ന് ഈ മനുഷ്യൻ ഉറപ്പിക്കും. ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, ഇന്നേ ദിവസം ആ ചെയ്ത പാപങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് പുറത്തു മാപ്പാക്കി തന്നിരിക്കുന്നു, മാപ്പാക്കി തന്നിരിക്കുന്നു. എല്ലാം അവിടെ വെച്ചാണ് അല്ലാഹു ഫയൽ ഡിലീറ്റ് ചെയ്യുക, അവിടെ വെച്ചാണ് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് അല്ലാഹു വേറൊന്നും കൂടി പറയും, ഇനി ഞാനും നീയുമല്ലാതെ ആ തെറ്റുകൾ മറ്റാരും അറിയാൻ പോകുന്നില്ല. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ അനുഗ്രഹമാണത്. ഞാനും നീയുമല്ലാതെ ആ തെറ്റുകൾ മറ്റാരും അറിയാൻ പോകുന്നില്ല. അതെല്ലാം അവിടെ അവസാനിച്ചു, നിന്നോടുകൂടി അവിടെ അവസാനിച്ചു. നീയും ഞാനുമല്ലാതെ ആ തെറ്റുകൾ അറിയില്ല. എന്നിട്ട് അല്ലാഹു പറയും, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. ആ മനുഷ്യന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ആ മനുഷ്യന്റെ മാനസിക നില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ അവിടുന്ന് ഒരു പക്ഷെ പോകാൻ തയ്യാറാവില്ല, അയാൾ അവിടെ നിന്ന് കരയും. അങ്ങനെയാണല്ലോ, സന്തോഷത്തിന്റെ ആധിക്യം ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ പ്രതികരണം കരച്ചിലാണ്. കരയും, ചിരിക്കല്ല ചെയ്യുക, കരയാണ് ചെയ്യുക. ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായി ഒഴുകും. നന്ദി സൂചകമായ ആ മനുഷ്യൻ ഒരു പക്ഷേ അള്ളാഹുവിനോട് അവിടെ നിന്ന് കരഞ്ഞേക്കാം, ഹംദും ശുക്റും പാടിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചെയ്യുക, റമദാനിന് മുന്നേ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. എന്നിട്ട് റമദാനിൽ ശഅബാൻ കഴിഞ്ഞ് റമദാനിന്റെ മാസപ്പിറവിയുടെ വാർത്ത നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എല്ലാ പാപങ്ങളും പാപത്തിന്റെ അക്കൗണ്ടുകൾ മുഴുവൻ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. അള്ളാഹുവുമായി ഒരു അടുപ്പം നമുക്ക് ഉണ്ടാക്കി കഴിയണം, റമദാനിലല്ല, റമദാൻ എത്തുന്നതിന്റെ മുന്നേ. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ റമദാനിനെ വെൽക്കം ചെയ്താൽ, റമദാനെ സ്വീകരിച്ചാൽ ഈ റമദാനാകും. അതായത് പാപങ്ങളെ കരിച്ചു കളയുന്ന മാസം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാപങ്ങളില്ലാതെ, തെറ്റുകളില്ലാത്ത മനുഷ്യ ദറജ കൂടുന്ന അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവിടെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പം തന്നെ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ സമയം തന്നെ നിങ്ങൾ തീരുമാനിക്കുക. നിസ്കരിക്കാനുള്ളൊരു സമയം, 2 റക്അത്ത് തൗബയുടെ നമസ്കാരം നടത്താനുള്ള സമയം നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് ആ സമയം പിന്നെ ഒരിക്കലും മാറ്റരുത്. ഒറ്റക്കിരുന്ന് ആരുടെയും ശല്യം ഇല്ലാതെ ഓരോരുത്തരും നിസ്കരിക്കുക. എന്നിട്ട് ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സലീമായ ഖൽബോടെ നസൂഹായ തൗബ ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്തിലേക്കും റഹ്മത്തിലേക്കും ഞങ്ങളെ നീ കൂടുതൽ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ മാസം അതിന്റെ ഏറ്റവും അവസാനം വരെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യം
ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. നിന്റെ പരിശുദ്ധ കലാമുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ നടത്തവും ഞങ്ങളുടെ ഇരുത്തവും ഞങ്ങളുടെ സംസാരവും ഞങ്ങളുടെ ചിന്തയുമെല്ലാം ഈ പരിശുദ്ധ ഖുർആനാക്കി നീ മാറ്റണേ നാഥ. ഞങ്ങളുടെ ജീവിതം ഈ റമദാൻ മാസത്തോടുകൂടി പരിശുദ്ധമാക്കി മാറ്റണേ രഹസ്യത്തിലും പരസ്യത്തിലും ഒരേ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. അവസാനം നിന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് നീ ഒരു ഇടം നൽകണേ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.